24 കൗണ്ടിംഗ് ഡേ മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ. 35 കൊല്ലം മുമ്പ് ബംഗളൂരിലെത്തിയ കന്നഡ സിനിമാ ഗാനരംഗത്ത് ഒരുപാട് നേട്ടങ്ങൾ കൊയ്ത ഒരു മലയാളിയുണ്ട്. കർണാടകയിൽ 3 തവണ മികച്ച പിന്നണി ഗായകനുള്ള പുരസ്കാരം അദ്ദേഹം നേടിയിട്ടുണ്ട്. കാസർകോട്ടെ രമേശ് ചന്ദ്രയുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. താൻ ഏറെ ആരാധിക്കുന്ന ഡോക്ടർ കെ ജെ യേശുദാസിൻ്റെ പാട്ടുകൾ കോർത്തിണക്കി ബംഗളൂരു നഗരത്തിലൊരു സംഗീത വിരുന്നൊരുക്കാൻ തയ്യാറെടുക്കുകയാണ് രമേശ് ചന്ദ്ര. ഓ മല്ലികേ നിന്നൊന്തികെ നാനില്ലവേ സദാ സദാ സദാ. 1994 പുറത്തിറങ്ങിയ അനുരാഗ സംഗമ എന്ന ചിത്രത്തിൽ ഈ പാട്ടുപാടിയത് കാസർഗോട്ടുകാരനായ രമേശ് ചന്ദ്രയാണ്. ആദ്യ പാട്ടിൽ തന്നെ കർണാടക സർക്കാരിന്റെ അംഗീകാരവും തേടിയെത്തിയിരുന്നു. കാസർകോട്ടെ വേദികളിൽ പാടിയ മാപ്പിളപ്പാട്ടുകളിലാണ് തുടക്കം. പിന്നീട് കന്നഡയിലും രമേശ് ചന്ദ്ര മാപ്പിളപ്പാട്ടുകൾ ആലപിച്ചു. ಅರಬಿಯ ಕಡಲಲ್ಲಿ ಬಂದವನು ಕಣ್ಣಲ್ಲಿ ಸೂಸುವ ಹೂಮಳೆಗೆ ಮರೀಚಿಕೆ ಹೊಳೆಯುವ ನಾಡಿನಲ್ಲಿ ಮಧು ಪ್ರೇಮದ ಸುಧೆಯೇ ಹರಿಯುವುದು. കന്നഡ ഗാനങ്ങളാണ് ജീവിതം മാറ്റിമറിച്ചതെങ്കിലും യേശുദാസിന്റെ പഴയ മലയാളം പാട്ടുകൾ കേട്ടാണ് രമേശ് ചന്ദ്രയുടെ കുട്ടിക്കാലം. ഇന്നും എനിക്ക് അങ്ങനെ ഒരു ദാസേട്ടൻ്റെ പേരിൻ്റെ ഒരു കൂടി എന്നെ പേര് പറയുമ്പോൾ നമ്മളിവിടെ കർണാടകത്തിൽ കന്നഡ യേശുദാസ് എന്നും പറയൂ. ബട്ട് എനിക്കത് സ്വീകരിക്കാൻ ഒരുപാട് കഷ്ടമുണ്ട്. കാരണം അതൊരു കന്നഡത്തിൽ മേരു പർവ്വതമാണെന്ന് പറയും. അത് ഒരുപാട് എകരമുള്ള ഒരു പർവ്വതമാണ്. അതിനെ റീച്ച് ആവാൻ പറ്റില്ല. കരളിലെഴും ഒരു മൗനം കസവണിയും ലയമൗനം സ്വരങ്ങൾ ചാർത്തുമ്പോൾ. ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിച്ച് യേശുദാസിന് ട്രിബ്യൂട്ട് നൽകുകയാണ് രമേശ് ചന്ദ്രയുടെ അടുത്ത ലക്ഷ്യം. ബംഗളൂരുവിൽ യേശുദാസിന്റെ പാട്ടുകൾ കോർത്തിണക്കി 12 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സംഗീത വിരുന്ന് അവതരിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ ഗായകൻ. വീണയായി മണിവീണയായി വീച്ചിയായി കുളിർവാഹിയായി. 24 ബംഗളൂരു. രമേശ് ചന്ദ്ര എന്ന ഗായകൻ്റെ ഒരുപാട് സാധ്യതകൾ നമ്മൾ മലയാളികളും കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ആലാപനം കേട്ടപ്പോൾ മനസ്സിലായത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.